ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശക്തമായ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ഇനിയും യുദ്ധം തുറന്നാൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിബി, നീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നീ ഒറ്റയ്ക്കാകുമെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞെന്നാണ് ട്രംപിന്റെ വിശദീകരണം. പുതിയ ആക്രമണത്തിന് പിന്നാലെ 5 പ്രാദേശിക രാജ്യങ്ങൾ അദ്ദേഹത്തോട് വിഷയത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിച്ചെന്നും ട്രംപ് പറയുന്നു. ഇസ്രായേൽ പിന്മാറിയാൽ വെടിവെപ്പ് നിർത്താമെന്ന് പറഞ്ഞ് ഇറാനും തന്നെ സമീപിച്ചിരുന്നുവെന്നാണ് ട്രംപ് അവകാശം. ഞായറാഴ്ച ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വളരെ വൈകിയാണ് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപിന്റെ മുന്നറിയിപ്പുകളെല്ലാം തള്ളിക്കൊണ്ട് ആക്രമണങ്ങൾ ഇനിയും നടത്തുമെന്ന സൂചനകളാണ് നെതന്യാഹു നൽകുന്നത്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങിയത്. ഞായറാഴ്ച ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിലെ 2 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനോൺ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിന് തിരിച്ചടിയായി ഇറാൻ രാത്രി 9 മണിയോടെ ഇസ്രായേലിന് നേരെ 30ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. അതേസമയം ഇസ്രായേലിന് എതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ലെബനോണിൽ ആക്രമണം തുടർന്നാൽ ശക്തമായി വീണ്ടും തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. വടക്കൻ ലെബനോണിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ അതിശക്തമായ മറുപടിയാകും ഉണ്ടാവുക എന്നാണ് ഇറാന്റെ ഉയർന്ന സൈനിക കമാൻഡ് ആസ്ഥാനത്ത് നിന്നുള്ള പ്രതികരണം. യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിടുകയും ചെങ്കടലിൽ കൂടിയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം തുടങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇറാനിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി ഇറാൻ എയർപോർട്ട്സ് ആൻഡ് എയർ നാവിഗേഷൻ കമ്പനി അറിയിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി രാജ്യത്തിന്റെ പശ്ചിമ മേഖലയിലെ വ്യോമപാത അടച്ചതായി ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വക്താവും അറിയിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 8-ന് അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഇറാൻ യാത്രാ വിമാനങ്ങളുടെ സർവീസ് ആരംഭിച്ചത്. ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹുവിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത്, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവൻ അല്ല എന്നായിരുന്നു. ഇറാനിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ നാഷണൽ എമർജൻസി മെഡിക്കൽ ഓർഗനൈസേഷൻ പ്രകാരം 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ മരണങ്ങളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.